Hello students, welcome to Resolute Academy. ഇന്ന് നമ്മൾ 6th January 2024 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോണത്. സോ വിതൗട്ട് എനി ഡിലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഡയറക്ട്ലി. ഫസ്റ്റ് ന്യൂസ് എന്താണെന്ന് നോക്കാം ആദ്യം. ഫസ്റ്റ് ന്യൂസ് എന്താണ്? റഷ്യാസ് കോസ്മോനോട്ട് സെറ്റ്സ് എ ന്യൂ റെക്കോർഡ് ഫോർ ദ മോസ്റ്റ് ടൈം ഇൻ സ്പേസ്. സ്പേസിൽ ഏറ്റവും കൂടുതൽ ടൈം ക്യുമുലേറ്റീവ് എന്ന് വെച്ചാൽ ഒറ്റ സ്പേസ് ജേർണിയിലല്ല, പക്ഷെ ക്യുമുലേറ്റീവ് ഓവർ ദ ലൈഫ് ടൈം ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തത് സ്പേസിൽ ആരാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് കറണ്ട് അഫയേഴ്സ് നോക്കാൻ പോണത്. അതാരാണ്? റഷ്യയുടെ കോസ്മോനോട്ട് ആയത് ഒലേഗ് കൊനോൻകോ. ഓക്കെ, ഒലേഗ് കൊനാൻകോ ആണ് എന്താണ് റഷ്യയുടെ എന്നല്ല വേൾഡിൽ തന്നെ എന്താണ് ഏറ്റവും കൂടുതൽ സ്പേസിൽ ടൈം സ്പെൻഡ് ചെയ്ത ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ജേർണി പുള്ളിക്കാരൻ എന്താണ് 5 ജേർണീസ് 5 ജേർണിയാണ് സ്പേസിലോട്ട് പോയിട്ടുള്ളത്. ഓക്കെ, 5 ജേർണീസിൽ പോയിട്ടുണ്ട്. അതിൻ്റെ ക്യൂമുലേറ്റീവ് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ സ്പേസിൽ ടൈം സ്പെൻഡ് ചെയ്തതെന്ന് പറയുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് 2008 തൊട്ടാണ്. അതേ എന്താണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്, അല്ലെങ്കിൽ സ്പേസിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത വ്യക്തിയായി മാറിയിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഏജ് എന്താണ് 59 ആണ്. ആൻഡ് ഹി ഹാസ് സർപാസ്ഡ് 878 ഡേയ്സ് ആൻഡ് 12 hours ഇൻ സ്പേസ്. 878 ഡേയ്സും 12 മണിക്കൂറാണ് സ്പേസിൽ ടോട്ടലായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇന്ന് വരെ ഉള്ളതിൽ ഏറ്റവും ഹയസ്റ്റ്. അപ്പോൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അറിഞ്ഞിരിക്കണം. ഏറ്റവും കൂടുതൽ സ്പേസിൽ ടൈം സ്പെൻഡ് ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം നമ്മൾ? ഒലേഗ് കൊനോൻകോ. ഓക്കെ, എന്നിട്ട് അത് യാത് കൺട്രിയിലാണെന്ന് ചോദിച്ചാൽ ഹീസ് ആൻ റഷ്യൻ കോസ്മോനോട്ട്. ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഇങ്ങനത്തെ രീതിയിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്ത് ഇത് കഴിഞ്ഞിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞാൽ നമീബിയയുടെ പ്രസിഡന്റ്. ഓക്കെ, നമീബിയയുടെ പ്രസിഡന്റ് ആയിരുന്നു ഗ്യാൻ ഗോബ്. ഓക്കെ, ഗ്യാൻ ഗോബ് എന്താണ് മരിച്ചുപോയി. ഓക്കെ, ഇത് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ നമീബിയയുടെ ലിബറേഷൻ മൂവ്മെന്റിലൊക്കെ ആക്റ്റീവ്ലി വർക്ക് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അതുകൂടാതെ നമ്മൾ സൗത്ത് ആഫ്രിക്കയെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ. എന്താണ് അഗേൻസ്റ്റ് ഇസ്രായേലിന്റെ അഗേൻസ്റ്റ്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ എക്സാമിന് അഥവാ ചോദിക്കുകയാണ്, ഇത് ഒബിച്വറി ന്യൂസ് ആണ്, എക്സാമിൽ അഥവാ ചോദിക്കുകയാണ് നമ്മൾ ഈ വ്യക്തി ആരാണ് അല്ലെങ്കിൽ ഏത് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ അറിയണത് ഹീസ് എ പൊളിറ്റീഷ്യൻ. ഓക്കെ, ഹീസ് എ പൊളിറ്റീഷ്യൻ ആൻഡ് ഹി വാസ് ദ പ്രസിഡന്റ് ഓഫ് വിച്ച് കൺട്രി? ഏത് കൺട്രി എന്ന് ചോദിച്ചാൽ നമുക്കറിയണം നമീബിയയുടെ പ്രസിഡന്റ് ആണ്. എന്നിട്ട് പുള്ളിക്കാരൻ എന്താണ് 2015 തൊട്ട് 2024 വരെ എന്താണ് പ്രസിഡന്റ് ആയിരുന്നു. ഫെബ്രുവരി 4 മരിച്ചത്. ഓക്കെ, Feb 4 ഹി വാസ് ടാക്ലിംഗ് വിത്ത് ക്യാൻസർ. ഒരു മാസം മുമ്പ് തന്നെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ഓൺഗോയിങ് ആണ്, ലാസ്റ്റ് സ്റ്റേജ് ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് ആ ഒരു ഇതിലാണ് മരിച്ചത്. അപ്പോൾ നമുക്ക് അതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ബട്ട് നമ്മൾ ഇത്ര അറിഞ്ഞിരുന്നാൽ മതി, ഹി വാസ് സർവിങ് ആസ് ദ സെക്കൻഡ് ടേം ആസ് ദ പ്രസിഡന്റ്. 2ാമത്തെ ടേമാണ് സർവ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അതിനിടയ്ക്കാണ് മരിച്ചത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വേറൊരു പ്രസിഡന്റ് അവിടെ വന്ന് നാൻഗോൾ ബുംബ. ഓക്കെ, നാൻഗോൾ ബുംബ ആണ് അവിടുത്തെ ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റ്. അപ്പോൾ അതും നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ബിയുടെ കാര്യം പറഞ്ഞ ക്യാപിറ്റൽ എന്താണ്? വിൻഡ്ഹോക്ക്. പ്രൈം മിനിസ്റ്റർ ആണ് സാറ കുഗോങ് ഗേൽവ. ഓക്കെ, കുഗോങ് ഗേൽവ ആണ് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ. കറൻസി നമീബിയൻ ഡോളർ. ഓക്കെ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിയേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? യൂത്ത് പെർഫോംസ് ഗട്ക, ആൻ ഏൻഷ്യന്റ് ഫോം ഓഫ് സിഖ് മാർഷൽ ആർട്ട് ഡ്യൂറിംഗ് എ റിലീജിയസ് പ്രൊസഷൻ ടു സെലിബ്രേറ്റ് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് സിഖ് വാരിയർ ഷഹീദ് ബാബ ദീപ് സിംഗ് ഇൻ അമൃത്സർ ഓൺ സൺഡേ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് വെറും ദ ഹിന്ദുവിൽ വന്ന ഒരു ഇമേജ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇമേജ് വരുമ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഭാഗമായിട്ട് വരും. ഓക്കെ, SSCക്ക്. അതുമാത്രമല്ല ബാങ്കിനും ചിലപ്പോൾ അവർ ചോദിക്കാം ഘട്ക ഈസ് റിലേറ്റഡ് ടു വിച്ച് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഈസ് എ മാർഷൽ ആർട്ട് ഓഫ് വിച്ച് സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഇതും ചോദിക്കാം നമുക്ക് ഘട്ക ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് എന്ന് വെച്ചാൽ ചോദിച്ചിട്ട് മാർഷൽ ആർട്ട്, ഡാൻസ് ഫോം, പപ്പെട്രി അങ്ങനെ ഒന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഒരു സെക്ഷൻ ആണെങ്കിലും നമ്മൾ ആ ഒരു പല ആംഗിളിലും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ഘട്ക എന്ന് പറഞ്ഞാൽ എന്താണ്? പഞ്ചാബിന്റെ ഒരു മാർഷൽ ആർട്ടാണ്. അത് കൂടാതെ എന്താണ് അത് നമ്മൾ ഓക്കെ പഞ്ചാബിന്റെ ഒരു ട്രഡീഷണൽ മാർഷൽ ആർട്ടാണ്, അത് അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മൾ ഇത് അവർ ഈ പെർഫോമൻസ് കൊടുത്തതിന്റെ കാരണം എന്താണ്? ഷഹീദ് ബാബ ദീപ് സിംഗിനെ കൊമോമറേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ഒക്കേഷനെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അയാളെ വാരിയറിനെ എന്താണ് റിപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു പെർഫോമൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് മാത്രം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത് നെക്സ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ നേവി ഡിക്ലെയർസ് 2024 ആസ് ദ ഇയർ ഓഫ് നേവൽ സിവിലിയൻസ്. ഓക്കെ, അപ്പോൾ ഈ നേവൽ സിവിലിയൻസ് എന്ന് പറഞ്ഞാൽ സിവിലിയൻ പേഴ്സണൽസ് ഉണ്ട്. 1/3 ഓഫ് ദ നേവിയിൽ 1/3 പോർഷൻ നേവൽ സിവിലിയൻ പേഴ്സണൽസ് ഉണ്ട്. അവരെന്താണ് ഇവരെ എയ്ഡ് ചെയ്യണം. ആരാ? മെയിൻ പേഴ്സണൽസ് നമ്മൾ വാറിനൊക്കെ പോകണം, അവർക്ക്
എയ്ഡ് കൊടുക്കുകയാണെന്ന് ക്ലറിക്കൽ വർക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ അവരെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അവരെ ഈ ഒരു അഡ്മിനിസ്ട്രേഷനും കാര്യത്തിൻ്റെ കോൺട്രിബ്യൂഷൻ്റെ വാല്യൂ മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ഇതെന്ത് ചെയ്തിട്ടുള്ളത്, ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ടു എൻഹാൻസ് അഡ്മിനിസ്ട്രേഷൻ എഫിഷ്യൻസി ആൻഡ് വെൽബീയിങ് ഓഫ് സിവിലിയൻ വർക്ക് ഫോഴ്സ്. സിവിലിയൻ വർക്ക് ഫോഴ്സിൻ്റെ എഫിഷ്യൻസിയും കാര്യങ്ങൾ കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അതും മൈൻഡിൽ വെച്ചേക്കണം. എന്താണ് നമുക്ക് ചിലപ്പം ചോദിക്കും, ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് ലോഞ്ച് ചെയ്തത് ആരാണ് അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്തത് ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, അത് ഇന്ത്യൻ നേവിയാണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ നേവി എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്താണ് മൈൻഡിൽ വരണം, ഇന്ത്യൻ നേവിയുടെ ഹെഡ് ആരാണ് അല്ലേ, ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ് ആരാണെന്ന് അറിയണം. ഇറ്റ് ഈസ് അഡ്മിറൽ ഹരികുമാർ. ഹരികുമാറാണ് എന്താണ് നമ്മളെ ചീഫ് ഓഫ് നേവൽ സ്റ്റാഫ്. പിന്നെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്, ന്യൂഡൽഹി. അതുകൂടാതെ മോട്ടോ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. മോട്ടോ എന്താണ്, സമനോ വരുണ, മീനിങ് ബി ഓസ്പീഷ്യസ് ഓൺ ടു അസ് ഓ വരുണ. ഓക്കെ, വരുണ എന്ന് പറഞ്ഞാൽ വരുൺ ദൈവം, മഴ വാട്ടറിന്റെ ഗോഡാണ്. അപ്പോൾ നമ്മളവർക്ക് കാരുണ്യം കാട്ടണം എന്നാണ് ആ ഒരു എന്താ പറയണേ മോട്ടോ, അവരെ മോട്ടോ ആരാ, ഇന്ത്യൻ നേവിയുടെ. അപ്പോൾ അത് നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് അഡ്മിനിസ്ട്രേഷൻ എഫിഷ്യൻസി ആൻഡ് വെൽബീയിങ് ഓഫ് സിവിലിയൻ വർക്ക് ഫോഴ്സിന് വേണ്ടി പ്രൈമർലി ഫോക്കസ് ചെയ്താണ് ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അത് നോക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റ്സ് മാത്രം നോക്കിയാൽ മതി. അടുത്ത്, Ministry of New Renewable Energy releases the guidelines for pilot projects under National Green Hydrogen Mission. നാഷണൽ ഗ്രീൻ ഹൈഡ്രോജൻ മിഷൻ എന്ന് പറയുമ്പോൾ അവരെ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഹൈഡ്രോജൻ എനർജി യൂസ് ചെയ്ത് മൊബിലിറ്റി സെക്ടറിനായാലും പിന്നെ അഗ്രികൾച്ചറിൻ്റെ സെക്ടറിലായാലും അമോണിയ, ഗ്രീൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് ഗ്രീൻ അമോണിയ, ഗ്രീൻ മെത്തനോൾ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യാൻ. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യുമ്പോൾ കാർബൺ എമിഷനോ അല്ലെങ്കിൽ വേറെ ഇങ്ങനത്തെ ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യണ എമിഷൻസ് കുറവാണ് അല്ലെങ്കിൽ ഒരുപാട് നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ടാണ് അവർ എന്താണ് നാഷണൽ ഗ്രീൻ ഹൈഡ്രോജൻ മിഷനെ പ്രൊമോട്ട് ചെയ്യണത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സ്കീം ഓഫ് പൈലറ്റ് പ്രൊജക്ട്സ് ടു യൂസ് ഗ്രീൻ ഹൈഡ്രോജൻ ഇൻ ഷിപ്പിംഗ് സെക്ടർ. ഓക്കെ, അപ്പോൾ അതിന് ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗൈഡ് ലൈൻസിന്റെ ടോട്ടൽ ബഡ്ജറ്റ് ഔട്ട്ലെ എത്രയായിരുന്നു, 115 crores, 115 കോടി രൂപയാണ് ഈ ഒരു ഗൈഡ് ലൈൻസ്. എന്തിനു വേണ്ടിയാണ്, പൈലറ്റ് പ്രൊജക്ട് ഫോർ യൂസ് ഓഫ് ഗ്രീൻ ഹൈഡ്രോജൻ ഇൻ ഷിപ്പിംഗ് സെക്ടർ. അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റീൽ സെക്ടറിന്. ഓക്കെ, സ്റ്റീൽ സെക്ടറിന് യൂസ് ചെയ്യാൻ വേണ്ടി എത്രയാണ് ബഡ്ജറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 455 crores. ഇത് ബാങ്ക് എക്സാംസിന് ചോദിക്കാം എത്ര കോടി രൂപ ബഡ്ജറ്റ് അലോക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു സ്റ്റീൽ സെക്ടറിന് വേണ്ടി. ഓക്കെ, അപ്പോൾ അത് എത്രയാണ് 454 crores. പിന്നെ ഷിപ്പിംഗ് സെക്ടറിന് വേണ്ടി എത്രയാണ് 115 crores, 115 കോടി രൂപ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൽ ബേസിക്കലി എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ടു റിപ്ലേസ് ഫോസിൽ ഫ്യൂവൽസ് ആൻഡ് ഫോസിൽ ബേസ്ഡ് ഫീഡ് സ്റ്റോക്ക്. അതിനു വേണ്ടിയാണ് അവർ ഇങ്ങനത്തെ ഒരു ഹൈഡ്രോജൻ മിഷൻ അല്ലെങ്കിൽ നാഷണൽ ഗ്രീൻ ഹൈഡ്രോജൻ മിഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നന്നായിട്ട് നോക്കി വെച്ചോളണം. ഈ അമൗണ്ട്സ് ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യണവർ പഠിച്ചോളണം. ഓക്കെ, നെക്സ്റ്റ്, ചെന്നൈ മെട്രോ ബിക്കംസ് ദ ഫസ്റ്റ് മെട്രോ സർവീസ് ടു ജോയിൻ ONDC. ONDC എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കോമേഴ്സ്. ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കോമേഴ്സ് ആണ്. അത് നിങ്ങൾക്ക് അറിയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആമസോൺ ഒക്കെ എന്താണ് മോണോപോളി ക്രിയേറ്റ് ചെയ്യണം അല്ലേ. കുറച്ച് ആൾക്കാർക്ക് മാത്രം അവിടെ സെല്ലും ചെയ്യാം, നല്ലതായിട്ട് സസ്റ്റെയിൻ ചെയ്യാം. നമുക്ക് ഒരുപാട് ബയേഴ്സ് കാണണമെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മേജർലി ആൾക്കാർ വാങ്ങിക്കുന്നത് കുറച്ച് സെലക്റ്റഡ് ബയേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ എന്താണ് മാർക്കറ്റിന്റെ സെല്ലേഴ്സിന്റെ ആ ഒരു ആംഗിൾ കുറയും അല്ലേ. ബയേഴ്സിന് നല്ല റേറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ സെല്ലേഴ്സിന് അവിടെ കോമ്പറ്റീഷനിൽ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഗവൺമെന്റ് എന്ത് ചെയ്ത് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കോമേഴ്സ്. ഓക്കെ, അവിടെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ നിന്ന് നിങ്ങൾക്ക് സെല് ചെയ്ത് ആ ഒരു പോർട്ടലിലോട്ട് വിൽക്കാൻ പറ്റും. ഓക്കെ, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ അതിന്റെ കാരണം നിങ്ങൾക്ക് ഒരുപാട് മാർക്കറ്റ് ആക്സസും കിട്ടും. എന്നിട്ട് പാവപ്പെട്ട ആൾക്കാർക്കും അല്ലെങ്കിൽ ഒരുപാട് ലോക്കൽ ആയിട്ടുള്ള റീജിയണൽ ലെവലിലുള്ളവർക്കും പോലും നമ്മൾ ഇ കോമേഴ്സിൽ സെല് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. അതിന് വേണ്ടിയാണ് അവർ ഓപ്പൺ നെറ്റ്വർക്ക് ഫോർ ഡിജിറ്റൽ കോമേഴ്സ് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ ചെന്നൈ മെട്രോ എന്ത് ചെയ്തു, ചെന്നൈ മെട്രോ ആ നെറ്റ്വർക്കിനെ അഡോപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. എന്നിട്ട് അവർക്ക് എന്താണ് ഇനി അവിടെ ടിക്കറ്റ് ബുക്കിങ്ങും കാര്യങ്ങൾ, കാർഡ് റീചാർജ് ചെയ്യുക. കാർഡ് റീചാർജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ട്രാവൽ മൊബിലിറ്റി കാർഡ്സ് ഉണ്ട്, അത് റീചാർജ് ചെയ്യാനെല്ലാം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്പൺ നെറ്റ്വർക്ക് ഡിജിറ്റൽ കോമേഴ്സിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനെ കുറിച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്താണ് കുറെ ONDCയിൽ കുറച്ച് ഇതുണ്ട് സർവീസ്, ലൈക്ക് റാപ്പിഡോ ഉണ്ട്, നമ യാത്രി എന്നിട്ട് റെഡ് ബസ്. ഇതിന് ത്രൂ അവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. അതാണ് പോസിബിലിറ്റി നിങ്ങൾ. പിന്നെ അതുകൂടാതെ യാരി ബിക്കേം ദ ഫസ്റ്റ് സെല്ലർ സൈഡ് ടെക്നോളജി പാർട്ട്ണർ ഫോർ CMRL എന്താണ്, ചെന്നൈ മെട്രോ റെയിൽ ലിമിറ്റഡ്. അതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട്ണർ അല്ലെങ്കിൽ സെല്ലർ സൈഡ് എന്താണ് ടെക്നോളജി പാർട്ട്ണറായി മാറിയിട്ടുണ്ട്. ഓക്കെ, യാരി എന്ന് പറയുന്നത്. അത് ഇത്രയും നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കുക.
നെക്സ്റ്റ് കാര്യം എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, അപ്പോൾ ഇത് ചെന്നൈ എന്ന് പറയുമ്പോൾ തമിഴ്നാട് നിങ്ങൾക്കറിയാം MK സ്റ്റാലിൻ ആണ് അടുത്ത ചീഫ് മിനിസ്റ്റർ. എന്നിട്ട് ഗവർണർ ആരാണ്? RN രവി. ഇത്ര നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഓർമ്മിച്ച് വെക്കാം. അടുത്ത് IRDAI issues guidelines for general and health insurance companies to include coverage for ആയുഷ് ട്രീറ്റ്മെന്റ്. ആയുഷ് ട്രീറ്റ്മെന്റിനെയും നമ്മളെ ആയുഷ് ട്രീറ്റ്മെന്റിന് വേണ്ടിയും കവറേജ് കൊടുക്കുക. ഇപ്പം നോർമലി അലോപ്പത്തിക് മെഡിസിന് മാത്രമേ എന്താണ് കവറേജ് ഉള്ളൂ അല്ലേ. നിങ്ങൾ ഹോസ്പിറ്റലൈസ് ആകുമ്പോൾ എല്ലാ ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് എന്താണ് ഫോർ ഇംഗ്ലീഷ് മെഡിസിൻ്റെ അണ്ടറിലാണ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഇതിലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവും. ബട്ട് ആയുർവേദ അല്ലെങ്കിൽ യുനാനി അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ ഇതുണ്ട് മെത്തേഡ്സ്, അതിൽ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആൾക്കാർ കൂടുതലും അങ്ങോട്ട് പോകാതിരിക്കും. ബട്ട് അതിലും കുറേ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ IRDA ഗൈഡ് ലൈൻസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ഇൻഷുറൻസ് കവറേജ് ഇനി ആയുഷ് ട്രീറ്റ്മെന്റ്സിലും കൊടുക്കണം. ആയുഷ് എന്ന് പറയുമ്പോൾ എന്താണ്? ആയുർവേദം ഉണ്ട്, യോഗ ആൻഡ് നാച്ചുറോപ്പത്തി ഉണ്ട്, യുനാനി ഉണ്ട്, സിദ്ധ, പിന്നെ സോവ റിഗ്പ, എന്നിട്ട് ഹോമിയോപ്പത്തി. സോവ റിഗ്പ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ഇതാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു ഇതാണ്, ലഡാക്ക് ആ റീജിയനിലുള്ള ഒരു എന്താണ് ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഹോമിയോപ്പത്തി. പിന്നെ ഇതിന് എല്ലാത്തിനും കവറേജ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആരാണ് പറഞ്ഞത്? IRDAI. ഓക്കെ, IRDAI എന്ന് പറയുമ്പോൾ നമുക്കറിയണം ചെയർപേഴ്സൺ ദേബാശിഷ് പാണ്ഡെ ആണ്. എന്നിട്ട് ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ഹൈദരാബാദ്, തെലങ്കാനയിൽ. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1999 ആണ്, 2000 ഇൻകോർപ്പറേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യമുണ്ട്. IRDAI എന്താണ്? ഇൻഷുറൻസ് സെക്ടറിന്റെ റെഗുലേറ്ററി ബോഡിയാണ്. എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് സെക്ടറിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? IRDAI. ഓക്കെ, ഇൻഷുറൻസ് സെക്ടറിനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? IRDAI. ഓക്കെ, അപ്പോൾ ഇത് സർക്കുലർ ഇഷ്യൂ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇത് എഫക്റ്റീവ് വരുന്നത് എപ്പോഴാണ്? April 1 തൊട്ട് 2024. April 1 എന്ന് പറഞ്ഞാൽ April Fool അല്ലേ, അന്ന് തൊട്ടാണ് ഇത് എഫക്റ്റീവിൽ വരുന്നത്. അപ്പോൾ ഇത് സർക്കുലർ ഇഷ്യൂ ചെയ്തത് എന്താണ്? IRDAI ആക്ട് 1999 അണ്ടറിലാണ്. മിനിസ്ട്രി ഓഫ് ആയുഷ് ഒരു കോർ കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്? ഇൻഷുറൻസ് സെക്ടറിനെ കുറിച്ച് അനലൈസ് ചെയ്യാൻ 2023. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു കാര്യം പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. പിന്നെ IRDAI ഫുൾ ഫോം നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോഴേ ഇത്തരം കാര്യം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കണം. അടുത്ത് നെക്സ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ പടം കണ്ടാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നുണ്ട്? ഐഫിൽ ടവർ ബാക്കിലിരിക്കുന്നു, ഈ മൊബൈലിൽ പൈസ, ദാറ്റ് ഈസ് പേയ്മെന്റ്. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ന്യൂസ്. ഇന്ത്യസ് UPI വാസ് ലോഞ്ച്ഡ് അറ്റ് ഐഫിൽ ടവർ ഇൻ പാരീസ്, ഫ്രാൻസ്. പാരീസ് ഫ്രാൻസിൽ നിങ്ങൾക്ക് ഐഫിൽ ടവറിൽ എന്തെങ്കിലും സർവീസ് വേണമെന്നുണ്ടെന്ന് വെച്ചോ, സർവീസ് വേണം, നിങ്ങൾക്ക് എന്തെങ്കിലും സർവീസ് പർച്ചേസ് ചെയ്യണം, അവിടുത്തെ എൻട്രി ടിക്കറ്റ് ആയാലും എന്തായാലും അത് നിങ്ങൾക്ക് UPIന്റെ ത്രൂ ഇനി പേയ്മെന്റ് ചെയ്യാൻ പറ്റും. NPCI ഇന്റർനാഷണൽ സബ്സിഡറി ഉണ്ട് NPCI. അത് അവിടുത്തെ ഒരു ഓർഗനൈസേഷനായിട്ട് പാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് അവിടെ പോവുകയാണെങ്കിൽ, ഫ്രാൻസിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഐഫിൽ ടവറിലൊക്കെ എൻട്രി ചെയ്യാനോ അവിടുത്തെ സർവീസസ് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ എന്ത് ഉണ്ടായിരുന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു UPIന്റെ ത്രൂ തന്നെ, നിങ്ങളിൽ ലെവലുള്ള UPIന്റെ ത്രൂ തന്നെ ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇത് ആരോടാണ് പാർട്ട്ണർ ചെയ്തെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ര നെറ്റ്വർക്കിന് വേണ്ടിയാണ് പാർട്ട്ണർ ചെയ്തിട്ടുള്ള NPCI ഇന്റർനാഷണൽ പേയ്മെന്റ്സ്. ഓക്കെ, അവരാണ് പാർട്ട്ണർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ്? UPI പേയ്മെന്റ്സ് ഇൻ യൂറോപ്പിൽ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിയാണ്, UPI പേയ്മെന്റ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ UPI ഇത് ഞാൻ പറഞ്ഞതല്ല, പർച്ചേസസ്, ഐഫിൽ ടവർ ടിക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാം. ഇത് അനൗൺസ് ചെയ്തത് 75th റിപ്പബ്ലിക് ഡേയുടെ റിസപ്ഷൻ ഇവന്റിൽ വെച്ചാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് പുറത്ത് പറഞ്ഞത് ആരാണെന്ന് വെച്ചാൽ നമ്മൾ M. ജാവേദ് അഷ്റഫ് ആണ്, അംബാസിഡർ ഓഫ് ഇന്ത്യ ടു ഫ്രാൻസ് ആൻഡ് മൊനാക്കോ. ഓക്കെ, അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചിലപ്പം ചോദിക്കാം ഹൂ ഈസ് ദ അംബാസിഡർ ഓഫ് ഇന്ത്യ ടു ഫ്രാൻസ് ആൻഡ് മൊനാക്കോ. അപ്പോൾ നമ്മൾ അറിയണം എന്താണ്? M. ജാവേദ് അഷ്റഫ് ആണ് ഇന്ത്യൻ അംബാസിഡർ ടു ഫ്രാൻസ് ആൻഡ് മൊനാക്കോ. ഓക്കെ, അടുത്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇസാഫ് എന്ന് പറഞ്ഞ ബാങ്ക് നിങ്ങൾക്ക് അറിയായിരിക്കും. ഇസാഫ് സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആണ്. അതെന്താണ്? എവിടെയാണ് ബേസ്ഡ് ഉള്ളത്? തൃശ്ശൂർ, കേരളയിലുള്ളത്. അപ്പോൾ അവരെന്താണ്? അഡ്വെൽസിസ് ടോക്കിയോ ലൈഫ് ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് അവരോട് പാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. ബാങ്ക് കാഷ്യർ ഒരു അഗ്രിമെന്റ്. എന്തിനു വേണ്ടിയാണ്? ഇൻഷുറൻസ് പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് അറിയാം എന്താണ് ഇസാഫ് എന്ന് പറയുമ്പോൾ റൂറൽ ഏരിയാസ് അല്ലെങ്കിൽ റൂറൽ ബ്രാഞ്ചസിനോട് അതിന് ലിങ്ക് ഉണ്ട്. അവിടുത്തെ കുറെ കസ്റ്റമർ ബേസ് അതിൻ്റെ കയ്യിലുണ്ട്. ആരെല്ലാം ഇസാഫിൻ്റെ. അപ്പോൾ അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഇൻഷുറൻസ് കമ്പനി ഇവരോട് പാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അൺബാങ്ക്ഡ് സെക്ടർ, ബേസിക്കലി റൂറൽ ഏരിയാസ്, എന്നിട്ട് എന്താണ് പറയണത്, ബേസിക്കലി അണ്ടർ സെർവ്ഡ് കമ്മ്യൂണിറ്റീസ്, ഇതാണ് ടേം ആക്ച്വലി. അണ്ടർ സെർവ്ഡ് കമ്മ്യൂണിറ്റീസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു പാക്ട് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്താണ്? റൂറൽ ഏരിയയിലുള്ള പ്രസൻസിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ പാക്ട് സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയും നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത് ഫിച്ച് റേറ്റിംഗ് നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫിച്ച് ആയാലും സ്റ്റാൻഡേർഡ്സ് ആൻഡ് പൂവേഴ്സ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്.
അപ്പോൾ ഇവരെന്താണെന്ന് ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ കൺട്രിയുടെ ട്രാജക്ടറി അല്ലെങ്കിൽ ഓരോ എന്താണ് പറയുക ഓരോ പോളിസികൾ വരുമ്പോൾ അവരൊരു ഇമ്പാക്ട് അനാലിസിസ് ചെയ്യും. ഇമ്പാക്ട് അനാലിസിസ് ചെയ്തിട്ട് എന്താണ് മനസ്സിലാക്കുന്നത്, ഈ കൺട്രി എത്ര ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ട് അടുത്ത് വരാൻ പോണ 1 വർഷം 2 വർഷം 3 വർഷത്തിൽ. അങ്ങനെ ഫിച്ച് കുറെ നമുക്ക് ഇന്ത്യക്ക് ഒരു ഗ്രോത്ത് ട്രാജക്ടറി ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബഡ്ജറ്റ് റിലീസ് ആയതുകൊണ്ട് ബഡ്ജറ്റിന്റെ ബേസിസിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളതൊരു ഡൗട്ട് എല്ലാവരും മൈൻഡിൽ ക്രിയേറ്റ് ആവും. അതുകൊണ്ടാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഫിച്ച് റേറ്റിംഗ് ഓൺ ഇന്ത്യസ് ഇൻട്രീം ബഡ്ജറ്റ് 2024 ഫോർകാസ്റ്റ്. അവർ പറഞ്ഞിട്ടുണ്ടാണ് 5.4% GDP അനുസരിച്ച് പെർസെൻറ്റേജിന്റെ അനുസരിച്ച് GDP ഗ്രോ ചെയ്യുമെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ബേസിക്കലി അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ആ ഇൻട്രീം ബഡ്ജറ്റ് കൊണ്ട് ഇന്ത്യയുടെ GDPക്ക് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല, അതിന്റെ ഗ്രോത്ത് കുറയില്ല, അതേപോലെ തന്നെ പോകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതേസമയം നമ്മൾ അറിയേണ്ട കാര്യമാണ് GDPയിൽ ഇൻട്രീം ബഡ്ജറ്റിനെ കുറിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്. ഇൻട്രീം ബഡ്ജറ്റ് GDPയിലല്ല, ഇൻട്രീം ബഡ്ജറ്റിൽ GDPയുടെ ഗ്രോത്ത് പറഞ്ഞിട്ടുള്ള 5.1% ആണ്. ഇവിടെ ഇതായിരിക്കുന്നത് 5.1%. ബട്ട് ഇവർ ഫിച്ച് പറഞ്ഞേക്കുന്നത് എത്രയാണ്, 5.4%. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമുക്ക് എത്ര ഈ ഒരു മാറ്റം കാണില്ലേ നമ്മൾ ഈ പെർസെൻറ്റേജിന്റെ. ഇന്ത്യ ഇത്രയും പറയുന്നുള്ളൂ, പക്ഷെ ഫോറിൻ അനലിസ്റ്റ് നമ്മളവർക്ക് കുറച്ചുകൂടെ ഓപ്റ്റിമിസ്റ്റിക് അപ്രോച്ച് കാണിക്കുന്നുണ്ടെന്നാണ് അവിടെ അർത്ഥം. അപ്പോൾ അത് നമുക്ക് വേണ്ടി പോസിറ്റീവ് ആണ് അല്ലേ, ഇന്ത്യക്ക് വേണ്ടി. ബട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇത് നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം GDPയിൽ നമ്മൾ ഗ്രോത്ത് പ്രോസ്പെക്ട് നമ്മൾ ഇൻട്രീം ബഡ്ജറ്റിന് അനുസരിച്ച് എത്രയായിരുന്നു എന്ന് ചോദിക്കുക, അത് എത്രയാണ് 5.1%. ഫിച്ചിന്റെ അനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ 5.4%. ബാങ്ക് എക്സാംസിനാണ് ഇത് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള. SSCക്ക് വെറും അവർ നമ്മളെ ഇൻട്രീം ബഡ്ജറ്റിനനുസരിച്ച് എത്ര പെർസെൻറ്റേജ് ആണ് GDP ഗ്രോത്ത് പ്രോസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുള്ളത് മാത്രമേ ചോദിക്കുകയുള്ളൂ. ഓക്കെ, അത് അറിഞ്ഞിരിക്കാം. അടുത്ത് മോദി എന്റർപ്രൈസസിന്റെ ചെയർപേഴ്സൺ ആയ ബീന മോദി has been honored with the outstanding business women of the year 2023 award. ഓക്കെ, ഈ അവാർഡാണ് കിട്ടിയിട്ടുള്ള ആർക്കാണ്, ബീന മോദി. ഇതാ ഇമേജ് നിങ്ങൾക്ക് കാണാം, ബീന മോദിയാണ്. അപ്പോഴേ പുള്ളിക്കാർക്ക് എന്താണ് കിട്ടിയിട്ടുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ബിസിനസ് വുമൻ ഓഫ് ദ ഇയർ അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴേ ഇത് ആരാണ് കൊടുത്തെന്നുള്ളത് അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് എക്സാമിന് ചോദിക്കാൻ. രാജ്നാഥ് സിംഗ്, മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അല്ലെങ്കിൽ രക്ഷാമന്ത്രിയായ രാജ്നാഥ് സിംഗ് ആണ് ഈ ഒരു അവാർഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കൊടുത്തത് യാത് ഒക്കേഷനിലെന്ന് വെച്ചാൽ ഇൻഡോ അമേരിക്കൻ ചേംബർ ഓഫ് കോമേഴ്സ് കോൺഫറൻസ് ഹെൽഡ് ഇൻ ന്യൂഡൽഹിയിൽ നടന്ന ഈ ഒരു കോൺഫറൻസിന്റെ സമയത്താണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ചെയർപേഴ്സൺ ഓഫ് മോദി എന്റർപ്രൈസ് ആണ്, KK മോദി ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ ആണ്. ഓക്കെ, പിന്നെ ബീന മോദിക്ക് ഇതിനു മുമ്പേ വേറെ അവാർഡ്സ് കിട്ടിയിട്ടുള്ളതെന്ന് വെച്ചാൽ വിമൻ ഓഫ് ദ ഡെക്കേഡ് ഇൻ ബിസിനസ് ആൻഡ് ലീഡർഷിപ്പ് 2018 കിട്ടിയിട്ടുണ്ട് ബൈ വിമൻ ഇക്കണോമിക് ഫോറം. ഓക്കെ, വിമൻ ഇക്കണോമിക് ഫോറം ആണ് കൊടുത്തത്. പിന്നെ ഓൾസോ ഫീച്ചേർഡ് ഇൻ ഇന്ത്യസ് മോസ്റ്റ് പവർഫുൾ വിമൻ ബുക്ക് ബൈ പ്രേം അലുവാലിയ 2016, അതിലും അവർ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ഇത് ഇത്രയും കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യം മാത്രം ഈ വ്യക്തിയെ കുറിച്ച് അറിഞ്ഞിരുന്നത്. ഷീസ് എ ബിസിനസ് വുമൻ. അഥവാ അവർ ചോദിക്കുകയാണ് പേഴ്സണാലിറ്റീസിൽ ഇങ്ങനെ ഒരു ചോദ്യം വരാം, ഏത് ഫീൽഡിലാണ് പുള്ളിക്കാരി ഉള്ളത്. ഓക്കെ, അപ്പോഴും നമുക്കറിയണം ബിസിനസ്. ഓക്കെ, ഷീസ് എ ബിസിനസ് വുമൻ. ഓക്കെ, നെക്സ്റ്റ് ഇത് നിങ്ങൾ അറിഞ്ഞു കാണും. ന്യൂസ് എന്താണ്, നമ്മളെ ചമ്പൈ സോറൻ നമ്മളെ ഹേമന്ത് സോറനെ റിപ്ലേസ് ചെയ്തു. ഹേമന്ത് സോറൻ റിസൈൻ ചെയ്തു. ചമ്പൈ സോറനെ ഹാസ് ടേക്കൺ പ്ലേസ് ആസ് ചീഫ് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ജാർഖണ്ഡ് ചീഫ് മിനിസ്റ്റർ ആയിട്ട് ആരാണ് ഇപ്പം പുതിയതായിട്ട് ഉള്ളത്, ചമ്പൈ സോറൻ ആണ്. ക്യാപിറ്റൽ റാഞ്ചിയാണ്. ഓക്കെ, ചീഫ് മിനിസ്റ്റർ ആരാണ്, ചമ്പൈ സോറൻ. എക്സ് ചീഫ് മിനിസ്റ്റർ ആണ് ഹേമന്ത് സോറൻ. ഗവർണർ ആരാണ്, CP രാധാകൃഷ്ണൻ. സ്റ്റേറ്റ് അനിമൽ എലിഫന്റ് ആണ്, അത് അറിഞ്ഞിരിക്കുക. സ്റ്റേറ്റ് ബേർഡ് കോയൽ. പിന്നെ സ്റ്റേറ്റ് ട്രീ സാൽ. എന്നിട്ട് സ്റ്റേറ്റ് ഫ്ലവർ പലാഷ്. ക്യാപിറ്റൽ റാഞ്ചി. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ റെലവെന്റ് ആണ്, ചോദിക്കാം. ഓക്കെ, അതുകൊണ്ട് നോക്കി വെക്കണം. അടുത്ത് പത്മശ്രീ അവാർഡി ആയ ഡോക്ടർ നിത്യാനന്ദ്, ഡെവലപ്പർ ഓഫ് ഇന്ത്യസ് ഫസ്റ്റ് ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽ പാസ്ഡ് അവേ. ഓക്കെ, ഇത് ഒബിച്ചറി ന്യൂസ് ആണ്. അഗൈൻ നമ്മൾ ഫസ്റ്റ് ഒരു നമീബിയയുടെ പ്രസിഡന്റ് എന്ന് വെച്ച് നോക്കിയായിരുന്നു. ഇപ്പൊ അടുത്ത ന്യൂസ് ആണ് ഒബിച്ചറി. നമ്മളെ ഡോക്ടർ നിത്യാനന്ദ. ഓക്കെ, പുള്ളിക്കാരൻ മരിച്ചുപോയി. എന്നിട്ട് പുള്ളിക്കാരൻ്റെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, സഹേലി എന്ന് പറയുന്ന ഒരു കോൺട്രസെപ്റ്റീവ് പിൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. വീക്ക്ലി കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു പിൽസ് ആണ്. അതുകൊണ്ട് അവർ പറയണമെന്ന് പറഞ്ഞാൽ ഇതിന്റെ കാരണം വിമൻസിന് അവർ എപ്പോഴും പ്രഗ്നന്റ് ആവണം വേണ്ടെന്നുള്ളത് അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ്ങിനെ കുറിച്ച് ഒരു കൺട്രോൾ വന്ന ഒരു കൺട്രോൾ കൊടുത്ത ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, വേൾഡ്സ് ഫസ്റ്റ് നോൺ സ്റ്റിറോയിഡൽ ഓറൽ കോൺട്രസെപ്റ്റീവ് ഇത് എംപവറിംഗ് വുമൻ ഫോർ പ്ലാൻഡ് പാരന്റ്ഹുഡ്. ഓക്കെ, അതിനുവേണ്ടിയുള്ളതാണ്. അപ്പോൾ എത്രയും മനസ്സിലാക്കുക. പിന്നെ ഇതെന്താണ്, സഹേലിയാണ് ഈ ഒരു കോൺട്രസെപ്റ്റീവ് പില്ലിന്റെ പേര്. ഓക്കെ, അപ്പോഴത് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കുക. ഇത് ലോഞ്ച് ചെയ്തത് 1995 എന്നിട്ട് നാഷണൽ ഫാമിലി വെൽഫെയർ പ്രോഗ്രാം
അതിൻ്റെ അണ്ടറിലാണ് അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇതിനെ ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 2016 നാഷണൽ ഫാമിലി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതറിഞ്ഞിരിക്കാം. അടുത്ത് പത്മശ്രീ അവാർഡ് അഗെയിൻ ആൻഡ് വെറ്ററൻ ഒഡിയ ആക്ടർ സാധു മെഹർ പാസ്ഡ് അവേ. പുള്ളിക്കാരൻ എന്ന ഒഡീസയിലുള്ളൊരു ആക്ടറാണ്, ഫേമസ് ആയിട്ടുള്ള ആക്ടറാണ്. ഒഡീസയിൽ നമുക്ക് അറിഞ്ഞുകൊണ്ടായിരിക്കും, ഒഡീസയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആക്ടറാണ്, മരിച്ചുപോയി. അഗൈൻ ഒബിച്വറി ന്യൂസ് ആണ്. യാത് ഫീൽഡ് എന്ന് വെച്ചാൽ ഹി ബിലോങ്സ് ടു ആക്ടിങ്, അല്ലെങ്കിൽ എന്താണ് നമ്മളെ ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. ഓക്കെ, 1974 ഇൻഡിവിജ്വലി റിസീവ്ഡ് നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ. ഓക്കെ, അപ്പോഴേ ഒഡിയയുടെ ഫസ്റ്റ് പേഴ്സൺ ആണ് ടു ഗെറ്റ് എൻ നാഷണൽ അവാർഡ്. ഓക്കെ, നാഷണൽ അവാർഡ് ഒഡീസയിൽ ഇതിനു മുമ്പ് ആർക്കും കിട്ടിയിട്ടില്ലായിരുന്നു ബെസ്റ്റ് ആക്ടറിന് വേണ്ടി. അപ്പോൾ നാഷണൽ അവാർഡ് ഫോർ ബെസ്റ്റ് ആക്ടർ കിട്ടിയത് 1974 അവാർഡ് ദ പെർഫോമൻസ് ഇൻ ശ്യാം ബെനഗൽസ് ഡെബ്യൂ ഫിലിം അങ്കൂർ ദ സീഡ്ലിംഗ്. ഓക്കെ, പിന്നെ അടുത്ത റെസിപ്പിയന്റ് ഓഫ് ദ ഫസ്റ്റ് ഒഡിയ ആക്ടർ ടു ബി ഓണർഡ് വിത്ത് നാഷണൽ അവാർഡ്. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ ഫസ്റ്റ് ടൈം നാഷണൽ അവാർഡ് കിട്ടിയത് വ്യക്തിയാണ് നമ്മളെന്താണ് സാധു മെഹർ. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് നമ്മൾ കഴിഞ്ഞു. അടുത്ത് റീസെന്റ് അപ്പോയിന്റ്മെന്റ്സ് ആണ് നോക്കാൻ പോകണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസെന്റ് അപ്പോയിന്റ്മെന്റ്സ് എന്താണ്? ചീഫ് സെക്രട്ടറി ഓഫ് പുതുച്ചേരി ആരാണെന്ന് ചോദ്യം വരാം. എന്താണ്? ശരത് ചൗഹാൻ റിപ്ലേസ്ഡ് രാജീവ് വർമ്മ. അടുത്ത് അഡ്വൈസർ ടു ദ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ഇൻ ചണ്ഡീഗഡ് രാജീവ് വർമ്മ. ചെയർമാൻ ഓഫ് ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യ ആരാണ്? അനിൽ കുമാർ. ആരാണ് റിപ്ലേസ് ചെയ്തത്? അനിൽകുമാർ ലോഹാത്തിയാണ്. ആരെ റിപ്ലേസ് ചെയ്തത്? പി ഡി വഗേല. പിന്നെ ഇന്ത്യൻ ആർമീസ് ഫസ്റ്റ് വിമൻ സുബേദാർ പ്രീതി രാജക്. CMD ഫോർ കൂലിയേഴ്സ് പ്രൊജക്ട് എന്താണ്? ചീഫ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ആണ്. ലീഡർ മിഡിൽ ഈസ്റ്റ് ആരാണ്? സംഖ്യ പ്രസാദ്. ഓക്കെ, അടുത്ത റീസെന്റ് അപ്പോയിന്റ്മെന്റ് ഇൻ ബാങ്കിങ് സെക്ടർ. ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യണവർക്കുള്ള ഇമ്പോർട്ടന്റ് ഏരിയ ആണ്. എന്താണ്? MD CEO ഓഫ് DCB ബാങ്ക് എന്താണ്? പ്രവീൺ അച്യുതൻ കുട്ടി റിപ്ലേസസ് മുരളി നട്രാജൻ. എന്താണ്? 29/4/2024 തൊട്ടാണ് ഈ അപ്പോയിന്റ്മെന്റ് വരാൻ പോകുന്നത്. ഡെപ്യൂട്ടി ഗവർണർ ഓഫ് RBI മൈക്കൽ പാത്ര 1 year എക്സ്റ്റൻഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ CEO ഓഫ് ഫോൺ പേ ഫോർ ഇന്റർനാഷണൽ പേയ്മെന്റ് ഡിവിഷൻ റിതേഷ് പൈ ആണ്. പിന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് സെബി ജി രാം മോഹൻ റാവ് ഫോർ 3 years ആക്കി കൊടുത്തിട്ടുണ്ട്. ടേം 3 വർഷത്തെ കൊടുത്തിട്ടുണ്ട്. ക്ലാസ് C ഡയറക്ടർ ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ഫെഡറൽ ബാങ്ക് ഓഫ് ഇന്ത്യ ന്യൂയോർക്ക് രാജീവ് ഷാനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ നമ്മളെ അവാർഡ്സ്. സർട്ടിഫൈഡ് ആസ് എ ടോപ്പ് എംപ്ലോയർ 2024 ഇൻ ഇന്ത്യ ബൈ ടോപ്പ് എംപ്ലോയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് NTPC-നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫീമെയിൽ വുഷു അത്ലീറ്റ് ഓഫ് ദ ഇയർ നൗറേം റോഷിബിന ദേവി മണിപ്പൂരിലുള്ളത്. ഓക്കെ, അടുത്ത എക്സലൻസ് അവാർഡ് ബൈ ക്വാളിറ്റി സർക്കിൾ ഫോറം ഓഫ് ഇന്ത്യ. അത് തിരുവനന്തപുരം എന്താണ് ഇന്റർനാഷണൽ എയർപോർട്ടിനാണ് കിട്ടിയിട്ടുള്ളത്. ബെസ്റ്റ് പ്രൊഡക്റ്റ് ഡിസൈൻ അറ്റ് വിശ്വകർമ്മ അവാർഡ്സ് സത്യം. ഓക്കെ, IIT ഗുവാഹട്ടി സ്കോളേഴ്സ് ആണ്. ഓക്കെ, അടുത്ത് വായുസേന മെഡൽ ആർക്കാണ്? സ്ക്വാഡ്രൺ ലീഡർ നിക്കിത മൽഹോത്രയ്ക്കാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റീസെന്റ് ഇൻഡെക്സസ്. ഓക്കെ, അപ്പോഴേ ഹെൻലി റിപ്പോർട്ട് പാസ്പോർട്ട് ഇൻഡെക്സ് ഉണ്ടായിരുന്നു. റാങ്ക് 1 വന്നതായിരിക്കാണ് ഫ്രാൻസിന്. പിന്നെ ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, സിംഗപ്പൂർ ആൻഡ് സ്പെയിൻ. പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞാൽ 194 ഡെസ്റ്റിനേഷൻസിന് അവർ റാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് വെച്ചാൽ 80ാമതാണ്. ഓക്കെ, ഇന്ത്യയുടെ റാങ്കും ഉസ്ബെക്കിസ്ഥാന്റെ എന്താണ് 62 ഡെസ്റ്റിനേഷൻസിന് ഇത് വന്നിട്ടുണ്ട്. പിന്നെ റാങ്ക് 4 അഫ്ഗാനിസ്ഥാൻ വിത്ത് 28 കൺട്രീസ് ഡെസ്റ്റിനേഷൻസ്. ഓക്കെ, അത്രയും നമ്മൾ അറിഞ്ഞിരിക്കുക. പിന്നെ മെർസേഴ്സ് ക്വാളിറ്റി ഓഫ് ലിവിംഗ് സിറ്റി ഇൻഡെക്സ് റാങ്ക് 1 വന്നത് വിയന്ന ഓസ്ട്രേലിയയിലുള്ള. റാങ്ക് 2 സുറിഷ് എന്താണ് സ്വിറ്റ്സർലാൻഡ്. റാങ്ക് 3 വാൻകോവർ കാനഡ. ഹൈദരാബാദ് 153rd റാങ്കാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് സിറ്റി എന്ന് പറഞ്ഞാൽ 153rd റാങ്കാണ്. പിന്നെ വന്നിട്ടുള്ള പൂനെ 154th റാങ്ക്. ചെന്നൈ 161st റാങ്കാണ്. പിന്നെ മുംബൈയിൽ 164th, കൊൽക്കത്ത 170th, ന്യൂഡൽഹി 172nd. പിന്നെ ഖർത്തോം സുഡാനിലുള്ളത് ബോട്ടം മോസ്റ്റ് പൊസിഷനാണ്. 241ാമത്തെ സ്പോട്ടിൽ വന്നത്. ഏറ്റവും ലാസ്റ്റ് വന്നതാരാണ്? ഖർത്തോം സുഡാനിലുള്ള ഒരു സിറ്റിയാണ്. ഓക്കെ, ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് 2023 അതിൽ ഇന്ത്യ റാങ്ക് ചെയ്തത് 7ാമത്തെയാണ്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതിൽ വേണ്ടി കൂടുതൽ എഫേർട്ട് ഇടുന്ന കൺട്രീസിൽ ഇന്ത്യ 7ാമത്തെ റാങ്കാണ് വന്നിട്ടുള്ളത്. വേൾഡ് ഡിജിറ്റൽ കോമ്പറ്റീറ്റീവ്നെസ് റാങ്കിങ് 2023 ഇന്ത്യ റാങ്ക് ചെയ്തത് 49th ആണ്. ടോപ്പ് ചെയ്തത് ആരാണ്? US. ഗ്ലോബൽ യൂണിക്കോൺ റാങ്കിങ്ങിൽ ഫസ്റ്റ് വന്നത് US, റാങ്ക് 2 ചൈന, റാങ്ക് 3 വന്നതാണ് ഇന്ത്യ റാങ്ക് 3rd ആണ്. ഏറ്റവും കൂടുതൽ യൂണിക്കോൺസ് എന്ന് പറഞ്ഞാൽ $1 billion മുകളിൽ മാർക്കറ്റ് വാല്യുവേഷൻ അല്ലെങ്കിൽ ഫണ്ടിങ് ഒക്കെ കിട്ടിയിട്ടുള്ള കമ്പനീസ് ഏറ്റവും കൂടുതലുള്ളത് USA-ലാണ്. പിന്നെ ചൈന, പിന്നെ ഇന്ത്യ. ഓക്കെ, അത്രയും കാര്യം നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ റീസെന്റ് ആയിട്ട് റിലീസായ ബുക്സ്. പ്രണവ് മൈ ഫാദർ ഷർമിസ്ത മുഖർജി. പിന്നെ കുക്കിംഗ് ബുക്ക് രാമചന്ദ്ര ഗുഹ.
Conversation with Aurangzeb, Charu Nivedita, translated by Nandini Krishna. Assam's Braveheart Lachit Barpukan, Arup Kumar Datta, launched by Amit Shah. Okay. Fertilizing the Future, Dr. Mansukh Mandviya, launched by Vice President Jagdeep Dhankar. The Babri Masjid Ram Mandir Dilemma and Acid Test for India's Constitution, Madhav Godbole. Okay. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്ക് ഇന്നത്തെ ന്യൂസിലുണ്ടായിരുന്നത്. ഓക്കെ, ഓവറോൾ നമ്മൾ എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഇന്നത്തെ കവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റീസെൻ്റ്ലി റിലീസായ കുറച്ച് കാര്യങ്ങളും അപ്പോയിൻമെൻറ്റ്സ്, ബുക്സ്, അവാർഡ്സ് ഇതെല്ലാം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവർ ചെയ്തിട്ടുണ്ട്. സോ ഇതെല്ലാം ഒന്ന് ഗോ ത്രൂ ചെയ്യുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ലാസ്റ്റ് സെക്ഷൻ എന്താണ്, റിവിഷൻ പർപ്പസിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അതുകൂടാതെ നിങ്ങളൊരു കാര്യം ഓർമ്മിക്കേണ്ടതാണ്, നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ വീഡിയോ ബേസ്ഡ് ക്വിസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നമ്മൾ ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ ത്രൂ ആക്സസ് ചെയ്യാം. നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ പോവുക, നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതിന് ഒരു കോസ്റ്റ് ഒന്നുമില്ല. ഫ്രീ ആയിട്ട് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ഇന്ന് പഠിച്ച കാര്യം, ഇപ്പം തന്നെ പഠിച്ച കാര്യം ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി അവിടെ പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻസ് കിട്ടും. ഓക്കെ, സോ യു ക്യാൻ ഗോ ദെയർ. അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് റെസൊല്യൂട്ട് അക്കാഡമി എന്നാണ് പേര്. അവിടെ ഫസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് മാത്രമല്ല നമ്മളെ വെബ്സൈറ്റ് റെസൊല്യൂട്ട് അക്കാഡമി .in ആണ് വെബ്സൈറ്റ്. അതിൽ നിങ്ങൾക്ക് ആക്സസിബിൾ ആണ് ഈ എല്ലാ ഡീറ്റെയിൽസ്. ഓക്കെ, സോ ഇന്നത്തേക്ക് നമുക്ക് ഇത്രയും വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. ആൻഡ് വി വിൽ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.